ഹായ് ഹലോ മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ ചാറ്റ് വിത്ത് അഥീന. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വീരഹനുമാൻ ആ സീരിയലിന്റെ ഡബിംഗ് ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സജിത്തേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് വീരഹനുമാന്റെ ഡബിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നടക്കുന്നു? വീരഹനുമാൻ കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങളിത് രണ്ടാമത്തെ ഹനുമാനാണ്. ഇതിനു മുമ്പ് രണ്ടാമില്ല, കുറേ ഹനുമാനുണ്ട്. കാരണം വെച്ചാല് കഴിഞ്ഞ രാമായണത്തിലും ഈ ഹനുമാൻ വന്നിട്ടുണ്ട്. മഹാവീര ഹനുമാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇത് വീരഹനുമാൻ. അപ്പം അതാ വ്യത്യാസം. പക്ഷെ കഥയെല്ലാം ഒന്നും തന്നെ വ്യത്യാസമൊന്നുമില്ല. കുറേ ചില ടേക്കിങ്സും പിന്നെ ഗ്രാഫിക്സും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ആ മഹാവീര ഹനുമാനിൽ ഇതേപോലെ നമ്മളൊരു പുതിയ കുട്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് അർപ്പിത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. ആ കുട്ടി വന്ന് വോയിസ് ടെസ്റ്റ് ചെയ്തു. പക്ഷെ അതിനൊരു ഗുണം എന്താ വെച്ചാൽ അത് വീട്ടിൽ ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നൊരു വീടാണ്. ഈ പ്രാർത്ഥനയും കാര്യങ്ങളും പുരാണ കഥകളൊക്കെ ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അപ്പൂപ്പനൊക്കെ ഉണ്ട് അവിടെ, അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് ഈസിയായിരുന്നു. അപ്പം നമ്മൾ തന്നെ രാവിലെ എണീക്കുമ്പം ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഈസി. അവർക്ക് ബൈഹാർട്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സ്ട്രെയിൻ ഇല്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മൾ ഒരു വോയിസ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വോയിസ് ചിലപ്പോൾ ആപ്റ്റായിരിക്കും, പക്ഷെ അങ്ങനെ പെർഫോം ചെയ്യണമെന്നില്ല. അതേപോലെ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ഒരു സെന്റൻസ് ഒക്കെ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അബദ്ധം നമുക്ക് പറ്റി ഈ അടുത്ത് തന്നെ. ഇതിന്റെ തന്നെയാണോ വീരഹനുമാന്റെ തന്നെയാണോ? അപ്പൊ എത്ര ആൾക്കാരുടെ വോയിസ് ടെസ്റ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്? 6-7 പേരുടെ വോയിസ്. അയാൾപ്പാടെ ആദ്യം കൊടുക്കുന്നത് 3 പേർക്കേ കൊടുക്കുള്ളൂ. പക്ഷെ 3 പേർ കൂടെ നമ്മൾ എടുത്തു വെക്കും. സെക്കൻഡ് ചോദിച്ചാൽ. അങ്ങനെ ഒരു 6 പേരുടെ എടുത്തിട്ടുണ്ടായിരുന്നു. 6 പേരിൽ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തു. പക്ഷെ ആ കുട്ടി ചെയ്യുന്നതും ഭാവമൊക്കെ കറക്റ്റാണ്. പക്ഷേ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. വാക്കുകൾ പറയാൻ പറ്റുന്നില്ല, പല വാക്കുകളും. നമ്മളെ പുരാണം മറ്റുള്ള സീരിയൽ പോലല്ലോ, പുരാണത്തിലെ വാക്കുകൾ പറയാൻ ഭയങ്കര പാടാണ്. വളരെ സ്പഷ്ടമായിട്ട് പറയണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂളിലും ശരിക്കും മലയാളം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്ന ഇപ്പോഴത്തെ വലിയ വലിയ സ്കൂളുകളിലൊന്നും മര്യാദയ്ക്ക് മലയാളം പഠിപ്പിക്കുന്നില്ല. എൻ്റെ മോൻ തന്നെ ശരിക്കും ഇതേ ഏജ് കാറ്റഗറിയിലുള്ളതാണ്. അവനും ഡബ് ചെയ്യുന്നതാണ്, നന്നായി ഡബ് ചെയ്യാറുമുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ധൈര്യമില്ല. കാരണം വെച്ചാൽ പറയില്ല, മലയാളം അല്ല. അവിടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷാണ് പറയുന്നത്. പിന്നെ അവൻ കാണുന്ന സീരീസും കാർട്ടൂൺസും എല്ലാം വന്നിട്ട് ഇംഗ്ലീഷാണ്, മലയാളമേ കാണാറില്ല. വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന ആ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവർക്ക് മലയാളം യൂസ് ചെയ്യുന്നത്, കിട്ടുന്നത്. മലയാളത്തിന് ശരിക്കും പ്രയോറിറ്റി വളരെ കുറവാണ്. സ്കൂളിലപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സ്കൂളിൽ പോയപ്പോൾ ടീച്ചറോട് ഞാൻ നേരിട്ട് ടീച്ചറെ കണ്ടു. ടീച്ചറെ വളരെ വിഷമമുണ്ട് എനിക്ക് പറയാൻ. കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വൈഫ് ഡബിങ് ആർട്ടിസ്റ്റാണ്. 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ മകൻ നന്നായി ഡബ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഒരുപാട് പേരെ നമ്മൾ പഠിപ്പിച്ച് ഇറക്കുന്നതാണ് ഡബിങ്ങിലൊക്കെ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മകൻ മലയാളം പറഞ്ഞാലല്ലേ നമുക്ക് മലയാളത്തിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാൻ പറ്റും, ഡബ് ചെയ്യിക്കാൻ പറ്റുമല്ലേ. അത് പാടാണ്. അപ്പം ഞാനതുകൊണ്ട് ആ റിസ്ക് എടുത്തില്ല. പക്ഷെ ജോയിന നന്നായി ചെയ്തു. നമുക്ക് എന്നാലും ചിലപ്പോൾ ചോദിക്കും, അങ്കിളെ ഈ മസ്തിഷ്കത്തിന് വേറെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, മോളെ നിവൃത്തിയില്ല. എന്താ കൗണ്ടർ ഡയലോഗ് നേരത്തെ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ടാവും. മസ്തിഷ്കത്തിനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ മസ്തിഷ്കത്തിനൊന്നും ഇപ്പൊ അവിടെ എന്റെ തലച്ചോറിനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ പറ്റൂല മോളെ, എങ്ങനെ നീ പറഞ്ഞു പഠിക്കുന്ന. അങ്ങനെ അവള് പറഞ്ഞ് പഠിച്ച് ചെയ്തൊക്കെയാണ്. എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ആ കുട്ടി നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കും. നമ്മൾ സ്ക്രിപ്റ്റ് അവൾക്ക് അവിടെ മൊബൈലിലേക്കും കൊടുക്കും. അവള് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട്. മോഡുലേഷൻ തെറ്റുമ്പോൾ മോഡുലേഷൻ മാറ്റുമ്പോൾ മോഡുലേഷൻ ഒന്നും വലിയ പ്രശ്നമില്ല. കാരണം അവളുടെ അമ്മ ഡബിങ് ആർട്ടിസ്റ്റാണ്, റീന എന്ന് പറയും. അതുപോലെ ജെർവിൻ, ജ്യേഷ്ഠ ബ്രദർ, അവളും ജെർവിനും ഡബിങ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഇളയ മോനും തൊട്ട് മൂത്തൊരു പയ്യുണ്ട്, അവനും. എല്ലാവരും 3 പേരും എല്ലാം ഡബിങ് കുടുംബമാണ് അവര്. അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ അവരുടെ വീട്ടിലും ഉണ്ട്. അതുകൊണ്ട് പ്രാക്ടീസും കാര്യങ്ങൾക്കും ഒന്നും വലിയ പ്രശ്നമില്ല. പിന്നെ കുട്ടികൾക്ക് ഒരുപാട് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന പോലെ അവർക്ക് സ്ട്രെയിൻ കൊടുത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തെ അവർക്ക് ഒരു വലിയ വിഷമം. ഒരുപാട് അവസാനം എന്നോട് പലപ്പോഴും വിഷമത്തിലൊക്കെ നോക്കിയിട്ടുണ്ട്, അങ്ങളെ എപ്പോഴാ തീരുക എന്ന് പറയുമ്പോൾ അറിയാം കുട്ടി ടയർഡായിരുന്നു. അപ്പം നമ്മളൊരു സ്ട്രെയിൻ കൊടുക്കാതെ പുട്ടിന് പീരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെ ഞാനങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ജയിക്കുന്നവരും ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഒരു ഇതാണ്. അങ്ങനെ നന്നായി ചെയ്തു എല്ലാവരും. ഇപ്പം വൈകമോളായാലും ജോയനായാലും എല്ലാവരും
നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ വോയിസ് ടെസ്റ്റിന്റെ കാര്യം. അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഇതിപ്പോ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ സെലക്ട് ചെയ്ത കുട്ടിയാണോ? ഇതിനകത്ത് വേറൊരു കുട്ടിയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ആ കുട്ടി നന്നായി ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് അന്ന് ചെയ്ത ആ ഒരു പോർഷൻ മാത്രമേ നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് അത്ര നന്നായി ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സ്ട്രെയിൻ എടുക്കുക എന്ന് വെച്ചാൽ ഒരു ഡയലോഗ് തന്നെ നമ്മൾ പഞ്ച് ചെയ്ത് എടുക്കുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടില്ല. ഒരു സെൻറ്റൻസ് എങ്കിലും ഒറ്റ അടിക്ക് പറഞ്ഞാലേ മോഡുലേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും പിതാശ്രീ പറഞ്ഞത് ശരിയാണെന്നറിയില്ല, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അഭംഗിയായിരിക്കും അല്ലേ? ആ ഫ്ലോ കിട്ടണമെങ്കിൽ ഒരു സെന്റൻസ് എങ്കിലും നമ്മൾ ഒന്നിച്ച് പറയണം. അല്ലെങ്കിൽ അങ്ങനെ പറയാതെ വന്നപ്പോഴത്തേക്കും ആണ് ഞാൻ ചോദിച്ചിങ്ങനെ സുരട്ടിയിൽ ചോദിച്ചിങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറൊരു ഓപ്ഷൻ എനിക്ക് നോക്കണം എന്നുണ്ട്. അങ്ങനെയാണ് ജുവീനയിൽ എത്തുന്നത്. പിന്നെ അതുപോലെ ഈ ആൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾ ഡബ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ദൈവീകമായിട്ടുള്ള ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഹനുമാൻ, ശ്രീരാമൻ, അങ്ങനെയൊക്കെയുള്ള ദൈവിക കഥാപാത്രങ്ങൾക്ക് പെൺകുട്ടികളുടെ വോയിസാണ് ശരിക്കും ആ ദൈവികത്വമുള്ളത്. കുറച്ചുകൂടി സ്വീറ്റ് ആയിട്ടുണ്ടാവും. മറ്റേത് ആൺകുട്ടിയുടെ അതിലൊക്കെ ഒരുമാതിരി അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷെ പെൺകുട്ടികൾക്ക് അത് സ്വീറ്റ്നെസ് ഉണ്ടാവും. കുറച്ചൊന്ന് ബേസാക്കി പറയുമ്പോൾ തന്നെ ഇവർ ഡബ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആ ദൈവികത്വം കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ആൺകുട്ടികളെക്കാട്ടിലും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട്. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ ചേർന്നാണ് 40 കുട്ടികളുണ്ട് നമുക്കിവിടെ എറണാകുളത്ത് മാത്രം 40 ഡബിംഗ് ആർട്ടിസ്റ്റ്. മിനി സ്ക്രീൻ ഡബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് കൊച്ചിൻ. അതില് 40 കുട്ടി ഡബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ശില്പശാല പോലെ അവർക്ക് ഇടയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ടുള്ള 2 ദിവസം അവർക്ക് കോച്ചിങ് കൊടുക്കും. അങ്ങനെയൊക്കെ അവർ നാളത്തെ വലിയ പ്രതിഭകൾ. അതൊക്കെ നാളെ ഹീറോയിൻ ക്യാരക്ടർ നമുക്ക് കാണാം. അപ്പൊ താങ്ക് യു സജിത്തേട്ടാ. ഇങ്ങനെ ഇനിയും ഒരുപാട് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ അവസരം കൊടുക്കാനായിട്ട് കഴിയട്ടെ. മോനും വലിയൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവട്ടെ. താങ്ക് യു. അതിനെ പറഞ്ഞ വാക്ക് പൊന്നാവട്ടെ. അതെ, പൊന്നാവട്ടെ. ഇന്ന് വളരെ വ്യത്യസ്തതയുള്ള കുറച്ച് അതിഥികളാണ് നമുക്കൊപ്പം ഉള്ളത്. ഒരൊറ്റ അതിഥിയല്ല, അതിഥികൾ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കുറച്ച് കുഞ്ഞു കുട്ടികളാണെന്ന്, ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ്. നമ്മുടെ സൂര്യ TV-യിലെ വീര ഹനുമാൻ എന്ന സീരിയൽ ഡബ് ചെയ്യുന്ന കൊച്ചുമിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവരെ ചാറ്റ് വിത്ത് അഥീനയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ചാറ്റ് വിത്ത് അഥീന. ഇങ്ങനെയല്ല, ഇങ്ങനെ പേര് പറ. എൻ്റെ പേര് ആയിഷ പർവീൻ. എൻ്റെ പേര് ജുവീന അന്ന വർഗീസ്. എന്താണ്, ഏത് ക്യാരക്ടറാണ് ഡബ് ചെയ്യുന്നത് കൂടി പറ. ഞാൻ നീലൻ. വീര ഹനുമാനിലെ നീലൻ എന്ന ക്യാരക്ടറിന് ഡബ് ചെയ്യുന്നു. ഞാൻ ഹനുമാനായിട്ട് ഡബ് ചെയ്യണു. ഇതാണ് നമ്മുടെ കേസരി നന്ദനൻ ഹനുമാൻ. കേസരി നന്ദനൻ ഹനുമാനാണോ? എന്താ പറയാ? കേസരി നന്ദനൻ അഞ്ജനാപുത്രൻ കേസരി നന്ദനൻ ഹനുമാൻ. പിന്നെ മാരുതി കൂടി ഇല്ലേ? മാരുതി എന്നല്ലേ പേരല്ലേ? പിന്നെ കുറച്ച് വലിയതാവുമ്പല്ലേ ഹനുമാൻ എന്നുള്ള പേര് കിട്ടിയതല്ലേ? നമുക്ക് അടുത്ത ആള് നോക്കാം. നിരഞ്ജന്റെ ക്യാരക്ടറിന്റെ പേര് പറ. നളൻ. ആദിദേവ്. ഭരതൻ. ഓക്കെ. ഈ ഓരോ ക്യാരക്ടറിനും ഡബ് ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നത് നമ്മുടെ ഈ മക്കളാണ്. അപ്പൊ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. കേസരി നന്ദനൻ, അഞ്ജനാപുത്രൻ, ഹനുമാൻ, മാരുതി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 6ലാണ് പഠിക്കുന്നത്. പിന്നെ സ്കൂളിലൊക്കെ വിശേഷം, പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാം പറ. വീട്ടിലെ അമ്മയും അച്ഛനും 2 ചേട്ടന്മാരും ഉണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരും പറഞ്ഞു എന്നാ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊന്നും പറഞ്ഞില്ലേ? വേറൊന്നും പറഞ്ഞില്ല. സ്കൂൾ ഫ്രണ്ട്സിന് അറിയോ ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഉള്ള കാര്യം? അറിയില്ല. ഇപ്പൊ പോയിട്ട് പറയണ്ടേ? സർപ്രൈസ് ആക്കാൻ വെച്ചേക്കോ. ഇനി നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ യൂട്യൂബിൽ വരുമ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോ ലിങ്ക് എല്ലാം അയച്ചു കൊടുക്കുക. കാണു പറയാ. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് അയച്ചു കൊടുക്കുക. കൊള്ളാലോ. അപ്പൊ അത് കൊള്ളാട്ടോ. എന്നിട്ട് എല്ലാരോടും കാണണം. പിന്നെന്താ പറയാ, സീരിയൽ കാണാറുണ്ടോ ഫ്രണ്ട്സ്? എന്നിട്ട് എന്ത് പറയും? എല്ലാരും പറയും വീട്ടിലുള്ള എല്ലാവരും ഫാൻസ് ആണെന്നൊക്കെ പറയും. മാരുതിയുടെ ഫാൻസ് ആണോ? എന്താ ചെയ്യല്ലേ? ഇതിപ്പോ മോള് ഏതൊക്കെ സീരിയലിന് ഡബ് ചെയ്യുന്നുണ്ട് ഇപ്പോ?
ഞാൻ വീരഹനുമാൻ ചെയ്യുന്നുണ്ട്. സീതാരാമം ഒരു സീരിയൽ ഉണ്ടായിരുന്നു, തീർന്നു അത്. ഏത് ചാനലിലാ അത് സി കേരളത്തിലായിരുന്നു. അതിൽ ആരായിട്ടാ ഡബ് ചെയ്തിട്ടുണ്ടായത്? അതില് സീതയുടെയും രാമന്റെയും മോളായിട്ട്. മോളുടെ പേര് പറ, ക്യാരക്ടറിന്റെ പേര് പറ. സിഹി. 2 പേർക്ക് ഡബ് ചെയ്യുമായിരുന്നു, സിഹിയും സുബിയും. അടിപൊളി. പിന്നെ അത്രേ ഉള്ളൂ സീരിയലായിട്ട്. പിന്നെ കുറെ സിനിമ, ഷോർട്ട് ഫിലിം, പരസ്യം, അതൊക്കെയുള്ളു. ഏത് പരസ്യം? ഒരു സോപ്പിന്റെ പരസ്യത്തിലൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ കൊറേ ഉണ്ട്. 6ാം ക്ലാസ്സിലാ പഠിക്കുന്നേ, അങ്ങനെയൊക്കെ ചോദിച്ചാ കൊറേ ഉണ്ട്. അപ്പൊ ഏത് സിനിമയിലാ ഇപ്പൊ ഡബ് ചെയ്യുന്നേ? വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയില്, നമ്മുടെ പൃഥ്വിരാജിന്റെ പടം അല്ലേ? അപ്പൊ അതിന്റെ അകത്ത് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മോൾ ഈ ഡബിങ് ഫീൽഡിലോട്ട് എങ്ങനെയാ വന്നത്? അമ്മ ആദ്യം പഠിച്ചു, അത് കഴിഞ്ഞ് അത് കണ്ട് ചേട്ടന്മാര് പഠിച്ചു, അത് കണ്ട് ഞാൻ പഠിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പൊ കുടുംബപരമായിട്ട് നിങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയാണോ? പക്ഷെ എന്താ ചെയ്യല്ലേ. അപ്പൊ ആരാണ് ഗുരു എന്ന് പറയുന്നത്? അത് സൈത്തങ്കിള് തന്നെയാണ്. സൈത്തങ്കിളാണ് ഗുരു. അപ്പൊ ഈ ഡബ് ചെയ്യുമ്പോൾ ഉള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരോ? അങ്ങനെ പറഞ്ഞ എന്താ, എങ്ങനെയാ ഡബ് ചെയ്യാന്നൊന്നും മോളെ പോലുള്ള മറ്റു കുഞ്ഞുകുട്ടികൾക്കൊന്നും അറിയില്ല. ഇതെങ്ങനെയാ ഡബ് ചെയ്യാ? ഇത് ഇപ്പൊ ഒരു ക്യാരക്ടർ നമ്മളിപ്പോ മൂവിയിലും സീരിയലിലും ഒക്കെ കാണൂലേ? ഇപ്പൊ നമുക്ക് ഹനുമാനെ തന്നെ എടുക്കാം. അപ്പൊ ആ ഹനുമാൻ ഇങ്ങനെ കാണുമ്പോ അതിന് വേറൊരാളാണ് ഡബ് ചെയ്യുന്നതൊന്നും ആർക്കും അറിയൂല. അവരെന്നെ സൗണ്ട് കൊടുക്കുന്നതാന്ന് അറിയാം. അപ്പൊ ഇപ്പൊ ജുവീനെയാണ് മാരുതിക്ക് ഡബ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുമ്പോ ഇതെങ്ങനെയാ ഡബ് ചെയ്യുന്നേ, അവിടെ എന്താ നടക്കുന്നേ എന്നൊക്കെ അറിയാൻ ആൾക്കാർക്ക് കൂട്ടുകാരെപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അമ്മ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കും, ഡബ് ചെയ്യുന്ന വീഡിയോ. ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആവോ? അത് ആദ്യമൊക്കെ നല്ല പാടായിരുന്നു, പിന്നെ പിന്നെ ചെയ്ത് എളുപ്പമായി. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. ആദ്യം നമ്മുടെ മാരുതി നമ്മൾ ഡബ് ചെയ്യാനായിട്ട് സ്യൂട്ടിലേക്ക് കയറുന്നു, സ്റ്റുഡിയോയിൽ വന്ന് സ്യൂട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്. ഈ പിന്നെ വീരഹനുമാൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പുരാണല്ലേ അല്ലേ? അപ്പൊ അതിന് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കൊളോക്കിയൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ മതിയില്ലല്ലോ. അപ്പൊ നീ അവിടെ നിൽക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. നീ അവിടെ നിൽക്കൂ അങ്ങനെയൊക്കെ പറയണ്ടല്ലേ. അമ്മേന്ന് വിളിക്കാൻ പറ്റുമോ? മാതേ. പിന്നെ അച്ഛനെ എന്താ വിളിക്കുക? പിതാശ്രീ. ഇങ്ങനെയൊക്കെ വിളിക്കണ്ടല്ലേ. അപ്പൊ ആദ്യം ഇതുപോലുള്ള കുറച്ച് കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോ കുറച്ച് പാടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എളുപ്പമായിരുന്നു. പിന്നെ ഓക്കെ ആയി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ആളുടെ വിശേഷം ഒന്നറിയാം. നമ്മുടെ നീലൻ. പറ, മോള് എവിടെന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത്, തൃശ്ശൂർ തൃപ്രയാർ ഭാഗത്തുനിന്ന്. ഓക്കെ. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ നീലന് ഡബ് ചെയ്യുന്നു ഇതൊക്കെ ഫ്രണ്ട്സിനോട് പറയും, ടീച്ചേഴ്സിനോടൊക്കെ പറയാറുണ്ടോ? ഞാൻ സ്കൂള് തുറന്നപ്പോഴത്തേനും ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ അടുത്ത് മോൾ ഇങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയാ പറഞ്ഞത്? ഉമ്മച്ചി പറഞ്ഞു ആദ്യം. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാവരുടെ അടുത്തും പ്രസന്റ് ചെയ്തു. എന്തോ ഞാൻ വലിയ സ്റ്റാർ പോലെ ആയിരുന്നു ക്ലാസ്സിൽ. എല്ലാരും എന്താ ഡബിങ്ങിന് ഇങ്ങനെ ചിലവരൊക്കെ ട്രോൾ ചെയ്തു ഓരോന്നിനെ. ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ബോയ്സ് ഒക്കെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ അവിടെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൈൻഡ് ഒന്നും ആക്കിയില്ല. പിന്നെ അവരെന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീരഹനുമാനിലേക്ക് എങ്ങനെ എത്തിയ? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടിയാർച്ച ആയിരുന്നു റേഡിയോയില്. അപ്പോൾ അവിടുത്തെ റേഡിയോയിലാ 90 FM, റേഡിയോ 90 FM, മൈ റേഡിയോ 90 FM, അതിൽ കുട്ടിയാർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നെ ലാസ്റ്റ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു മെസ്സേജ് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അവിടെ തന്നെ പഠിപ്പിച്ചൊരു ജിജി എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട്, ടീച്ചറല്ല ആൻറ്റി. അപ്പോൾ ആൻറ്റി മെസ്സേജ് നോക്കണേ, കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയച്ചോന്ന് പറഞ്ഞു. പിന്നെ രാത്രി വന്ന് മെസ്സേജ് നോക്കിയപ്പോൾ ഡബിങ്ങിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ നെഗറ്റീവ് അടിച്ചിരുന്നു, അയ്യോ എനിക്ക് കിട്ടുമോ എന്ന രീതിയിൽ നിന്നു. പിന്നെ അമ്മ പറഞ്ഞു പോയി നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടും പറഞ്ഞ് പിന്നെ പോയതാണ്. അപ്പൊ ഇവിടം വരെ എത്തി. അങ്ങനെ വന്നു. ആദ്യമായിട്ട് ഡബ് ചെയ്തത് ഏതിനാന്ന് ഓർമ്മയുണ്ടോ?
ആദ്യമായിട്ട് ഡബ് ചെയ്തത് നീലന് തന്നെയാണ്. നീലൻ തന്നെയാണ്. ആഹാ. അപ്പൊ ആരാണ് ഗുരു ചോദിച്ചാൽ ആരുടെ പേര് പറയും? സജിത്തങ്ങളുടെ പേര് സജിത്തങ്ങളുടെ പേരെന്നെ പറയൂ അല്ലേ? ഓക്കെ. പിന്നെ ഇതേപോലെ ഫ്രണ്ട്സ് ഇങ്ങനെ കാണുമല്ലോ, കൃത്യമായിട്ട് കാണാറുണ്ടോ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കാണാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് കാണാറുണ്ട്. മോള് കാണാറുണ്ടോ കൃത്യമായിട്ട് സീരിയൽ? എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറില്ല. ട്യൂഷൻ വിട്ട് വരുമ്പോൾ ഒരു 6:30 6:45 ചില സമയത്ത് നേരത്തെ വിടും, അപ്പം ഇരുന്ന് കാണും. സ്വന്തം ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ എന്താ തോന്നുക? എന്തോ ഒരു രോമാഞ്ചം രോമാഞ്ചം തോന്നും. ഭയങ്കര പ്രൗഡ് ഫീലിംഗ് അല്ലേ തോന്നുന്നല്ലേ? എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നും, ഞാൻ ഇത്രയും ചെയ്തല്ലോ എന്ന രീതിയിൽ തോന്നും. നല്ലതല്ലേ? ഇനി എത്ര ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്യാനിരിക്കുന്നതല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ആളെ വിശേഷം നോക്കാം. പറ നിരഞ്ജൻ, പറ നിരഞ്ജന്റെ ക്യാരക്ടറിന്റെ പേരെന്താ? നളൻ. നളനെ പറ്റി പറ. നല്ല ക്യാരക്ടറാ. നിരഞ്ജൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര കാലായി? നിരഞ്ജൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതാദ്യം ചോദിക്കണ്ടേ. 8th പഠിക്കുന്നത്. അപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഡബ് ചെയ്തേ? 4th. 4th. അമ്പടാ, 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. അപ്പൊ ആദ്യമായിട്ട് ഡബ് ചെയ്തത് എവിടെയാ? ചലച്ചിത്ര സ്റ്റുഡിയോയിൽ. അവിടെയാണ് ആദ്യമായിട്ട് ഡബ് ചെയ്തത്. ഏത് ക്യാരക്ടറിനാന്ന് ഓർമ്മയുണ്ടോ? ഫ്ലഷ് മൂവിലൊരു ലുട്ടാപ്പി എന്ന് പറഞ്ഞ ലുട്ടാപ്പി. നീ എന്തിനാ ചിരിക്കുന്നത് ലുട്ടാപ്പി എന്ന് പറയുമ്പോ? ഓക്കെ, ലുട്ടാപ്പിക്കാണ് ഡബ് ചെയ്തത്. അപ്പൊ ഇപ്പോ നളന് വേണ്ടി ഡബ് ചെയ്യുന്നു. നമ്മുടെ വീരഹനുമാനിലെ നളനാണ് നിരഞ്ജൻ. ഈ നളനിലേക്ക് എത്തിയത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അല്ലെ? അപ്പൊ ഈ നളന് മുന്നു ചെയ്ത ക്യാരക്ടർ ഏതാ? ലവൻ, രാമായണത്തിലെ. ലവൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അല്ലെ? ഒരുപാട് ഡബ് ചെയ്യാനുള്ള ക്യാരക്ടർ ആയിരുന്നു അല്ലെ? അപ്പോൾ ഈ ലവൻ ഡബ് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? നല്ലായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ? പറ, വിശേഷങ്ങൾ പറ. നല്ലായിരുന്നു, പാടായിരുന്നു പറയാൻ ആദ്യം. പിന്നെ പുരാണായതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ പുരാണായതുകൊണ്ട് ചില വാക്കുകളൊക്കെ പറയാൻ ആര്? പ്രശാന്ത് അങ്കിള് പറഞ്ഞ് റെഡിയാക്കി തന്നു അല്ലെ? അപ്പൊ ആ ഡബ് ചെയ്യുന്ന ആ സമയത്തുള്ള ഏതെങ്കിലും വളരെ രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടോ? പറ. കൊറേ തെറ്റിപ്പോയിട്ടുണ്ട്. പറ, ഏതെങ്കിലും ഒരു അനുഭവം പറ. ഞാൻ ഓർക്കണില്ല. ഒരു ഓക്കെ പറഞ്ഞ ഒരു അനുഭവം ഇല്ലേ? അത് പറ. അത് തെറ്റിപ്പോയതാ. എങ്ങനെയാ തെറ്റിപ്പോയത്? പറ. അത് ജിതിൻ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞപ്പ ഓക്കെ ആയിപ്പോയി. അപ്പൊ ഞാൻ അതറിയാതെ പറഞ്ഞുപോയി. എങ്ങനെയാ പറഞ്ഞേ? സെന്റൻസ് പറ. കുശാദി ഓക്കെ അല്ലേ? കുശനോട് ചോദിക്കുവാണ് അല്ലെ? ലവൻ ചോദിക്കുവാണ്. പുരാണ സീരിയലാണെന്ന് ഓർക്കണം. അപ്പൊ കുശനോട് ലവൻ ചോദിക്കുവാണ്, കുശ നീ ഓക്കെ അല്ലേ? ഇതുപോലുള്ള എത്ര അനുഭവങ്ങളുണ്ട് അല്ലെ? പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ, ഇപ്പല്ല അപ്പൊ തന്നെ ആലോചിക്കുമ്പോ വളരെ കോമഡിയേറ്റീവ് അല്ലേ ഉള്ളത്. ഇനി ഇപ്പോ ഈ നമ്മുടെ വീരഹനുമാൻ കൂടാതെ വേറെ ഏതാ ചെയ്യുന്നത്? വേറെ സീരിയൽ മൂവി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട്? നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ നമ്മുടെ ആയിഷ പറഞ്ഞ പോലെ ട്രോൾ ചെയ്യോ? ഇല്ല അല്ലെ? നല്ല കട്ട സപ്പോർട്ടായിട്ട് തന്നെ ഉള്ളതല്ലേ? അവര് സീരിയൽ കാണോ? സിനിമ കാണില്ല? വീട്ടിൽ കാണൂല? ഓക്കെ. ട്യൂഷൻ ഉണ്ടാവും. പിന്നെ സിനിമയിലും ഒക്കെ. ഇപ്പൊ ഞാൻ ആയിഷയോട് പറഞ്ഞ പോലെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ എന്താ തോന്നുക? പറ. പ്രൗഡാണല്ലേ? അപ്പൊ നമുക്ക് ആദിയിലേക്ക് കിടക്കാം. ആദ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ചെയ്യുന്ന. എത്ര ആൾക്കാർ കഴിഞ്ഞിട്ട് അവിടെ എത്തണ്ടല്ലേ? അതെ, വെയിറ്റ് ചെയ്യല്ലേ ഇന്നേ? ഞാൻ എന്തൊക്കെ പറയും? ഇപ്പൊ ചേച്ചി എന്നോട് ഇത് ചോദിക്കുമല്ലോ, അപ്പൊ ഞാൻ അതിനെന്താ പറയാ? പറഞ്ഞോ? അപ്പൊ ഭരതന് ചെയ്യുന്നു. പിന്നെ ചോദിക്ക്. ആദ്യം ആകെ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ടാ നിക്കുന്നേ. ആദ്യം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ 9th. ഓക്കെ. അപ്പൊ ആദി ഭരതനെയാണ് ചെയ്യുന്നത്. ഈ ഭരതന് മുന്നേ ചെയ്ത ക്യാരക്ടർ ഏതാ? കുശൻ. ഇതാണ് കുശ. നീ ഓക്കെ അല്ലേ? ആ കുശനാണ് ഈ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ പിന്നെ ആദിക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല, ഞങ്ങള് സീരിയസ് ആയിട്ടേ ചെയ്യാറുള്ളൂ മൊത്തത്തില്.
അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സീരിയസ് ആയിട്ടേ ചെയ്യാറുള്ളൂ. നോക്ക്, നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരല്ലേ? അല്ലേ? അതെ. അവൻ വളരെ സീരിയസ്, നീയോ കുശ, നീ ഓക്കെ അല്ലേ? ഒരു തെറ്റില്ലായിരിക്കും പറ്റുമല്ലോ. ആദ്യം നീ കേൾക്കുന്നില്ലേ? പിന്നെ ആദ്യം എങ്ങനെ ഇതിലേക്ക് വന്നത്? ആദ്യം ഏത് വയസ്സ് മുതലാ ചെയ്യാൻ തുടങ്ങിയത്? ഞാനൊരു 4ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ പഠിക്കും. 6 വർഷമായി ഡബിങ് ഫീൽഡില്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലേ? ആ പറ, വിശേഷങ്ങൾ പറ. എന്താണ് പറയണ്ടേ? ഇതിനെ പറ്റി പറ. ഏത് വയസ്സ് മുതലാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആദ്യമായിട്ട് ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ? അതൊരു വെബ് സീരീസിലെ ക്യാരക്ടറാണ്. തൻവി സ്റ്റുഡിയോയിലാണ് ചെയ്തത്. ഓക്കെ. പിന്നെ ഇവിടേക്ക് എങ്ങനെ എത്തി? ഇവിടേക്ക് എന്ന് പറയുമ്പോ ആദ്യം വേണു സാറാണ് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനൊരു ഇതുണ്ട്, വന്ന് ഓഡീഷൻ ചെയ്തിട്ട് വോയിസ് ടെസ്റ്റ് ചെയ്ത് നോക്ക് പറഞ്ഞു അല്ലേ? അപ്പൊ ചെന്ന് ചെയ്ത് പിറ്റേ ആഴ്ച വിളിച്ച ഓക്കെ ആന്ന് പറഞ്ഞു രാമായണത്തിന്. അങ്ങനെ കുഷ്യന് കയറി ചെയ്ത്. കുഷ്യന് കയറി ചെയ്തു. അങ്ങനെ കുഷ്യന്റെ ശബ്ദം ആദിയിലൂടെ കേൾക്കുമ്പോ എന്ത് തോന്നി? അഭിമാനം തോന്നി. അഭിമാനം തോന്നി. ഇവിടെ ഒരു അഭിമാനത്തിൽ തുടങ്ങിയപ്പോ എല്ലാവർക്കും ഭയങ്കര അഭിമാനം അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണോ? നല്ല സപ്പോർട്ട്. കാണാറുണ്ടോ? ഉണ്ട്. അല്ല അതില്ല, പറയുമ്പോ കാണാറുണ്ട്. പിന്നെ മൂവി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഏതൊക്കെ മൂവി? മിറൈന്ന് പറഞ്ഞൊരു മൂവി ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത്. പിന്നെ ഒന്നുമില്ല. അതിൽ ആർക്കാ ഡബ് ചെയ്തിട്ടുള്ളത്? അതില് വില്ലന്റെ ചെറുപ്പകാലം. അമ്പടാ, നോക്കിയേ ആറ്റിറ്റ്യൂഡ് ഇട്ട് നോക്കിയ അവൻ വയ്യ. പിന്നെ അതുപോലെ ആദിയില്ലേ, ആദി സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണല്ലേ? ഇപ്പൊ നമ്മളിപ്പോ സിറ്റ് ഡൗൺ കോമഡി എന്ന് പറയേണ്ടി വരും. ചെയ്യോ ഇപ്പഴാ? അങ്ങനെയൊക്കെ ചോദിച്ചാ ചെയ്തേ പറ്റൂ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആദിയുടെ ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നമുക്കൊന്ന് കണ്ടാലോ? അയ്യോ, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് പറയാൻ പറ്റില്ലേ? സ്റ്റാൻഡപ്പ് കോമഡിയാ? ഇപ്പഴാ? നോക്കാം. അതാണ് പ്രിപ്പയർഡ്. ഇല്ല, ഇപ്പൊ എന്താണോ വായിൽ വരുന്നത് അത് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഹായ്, ഹലോ, ഞാൻ ആദി. ഈ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ ഇവര് ചുരുക്കം നമ്മളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇത് തോന്നും. കാരണം ഈ അവിടെ മൊത്തം സ്ത്രീകളുടെ പേര് മാത്രമാണ്. ഉദാഹരണത്തിന് അർച്ചന, പൂജ, ആരതി, പുഷ്പ പ്ലസ് അഞ്ജലി, പുഷ്പാഞ്ജലി, അങ്ങനെ. പക്ഷേ നമ്മുടെ ആണുങ്ങളുടെ പേരിൽ ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് മണിയാണ്. അത് വരുന്നവരും വെറുതെ ഇങ്ങനെ ആട്ടിയിട്ടൊക്കെ പോകും. ഈ പെണ്ണുങ്ങൾക്ക് ചെസ്സ് കളിക്കാൻ അറിയില്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. പക്ഷേ ക്യാരംസ് കളിക്കാൻ അവരെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആള്. കാരണം ഒരാളെ എപ്പോൾ ഒരു കുഴിയിലേക്ക് ഇറക്കണമെന്ന് അവർക്ക് നല്ല നിശ്ചയമായിരിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ദിവസം, അച്ഛൻ്റെ GM ഉണ്ടല്ലോ, മറ്റേ കമ്പനിയിൽ GM, പോയിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്തിനാ ഈ വിവാഹിതരായ പുരുഷന്മാരെ മാത്രം ജോലിക്ക് എടുക്കുന്നതെന്ന് വെച്ച്, ബാക്കി നല്ല അടിപൊളിയായിട്ടുള്ള പിള്ളേരല്ലേന്ന് വെച്ച്. അപ്പോൾ അവിടുത്തെ GM പറയാ, ഈ വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്ക് എന്തും സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സുണ്ട്, പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള വെപ്രാളം ഉണ്ടാവില്ല. കൊള്ളാല്ലേ, ഒരു ക്ലാപ്പ് കൊടുക്ക്. നന്നായിട്ടുണ്ട് ആദി, നന്നായിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ചെയ്തതാണോ? ഇത് ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞൊരു പരിപാടി സൂര്യ TV-ലാണ്. അതിൽ ചെയ്തതാണല്ലേ? അപ്പൊ ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടല്ലേ? നല്ല കാര്യല്ലേ. നിരഞ്ജൻ ഇതുപോലെ എന്തേലും എക്സ്ട്രാ നാടൻ പാട്ട് പാടപ്പോ? ചന്ദനപ്പൂഴകേ ചന്തത്തിലാടാൻ വാ, ചെമ്പട്ടുടുത്തൊരു ചെമ്പനിർ പൂവിന് കുങ്കുമം ചാർത്തും കാവിൽ കണ്ണകിയാടി തെളിയട്ടെ, നീൽമിഴി കണ്ണഴകേ എന്തൊരു ചന്താടി, നീൽമിഴി കണ്ണഴകേ എന്തൊരു ചന്താടി, താമരല്ലിയിൽ മാനത്തെ ചന്ദ്രിക പീലി എഴുതും നല്ല കാവിലെ നീ തിരിയല്ലേ നീ. അതാ കഴിയുന്നതിന് മുന്നേ നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടാ? നന്നായിട്ടുണ്ടല്ലേ, കൈ അടിച്ചൂടെ? പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇനി ഇവിടെ എന്ത് കഴിവാ ഉള്ളത് പറ. ഒന്നുമില്ല. പാട്ട് പാടുവോ? കുറച്ച് ഒട്ടും പാടില്ല. പിന്നെ വേറെന്താ? ഡബിങ്ങിന്. അപ്പൊ ഡബിങ്ങിൽ ഒരു ഡയലോഗും എടുത്ത് കോച്ച്
അഞ്ജനാപുത്രൻ കേസരീനന്ദനൻ ഹനുമാൻ. ശ്രീരാമൻ വിജയിക്കട്ടെ. ശ്രീരാമൻ വിജയിക്കട്ടെ അല്ലേ? വൈകാതെ ഋഷിവര്യന്റെ ധ്യാനം പൂർണ്ണമാകുന്നതാണ്. അപ്പോൾ തന്നെ നാം അദ്ദേഹത്തോട് നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരം ചോദിക്കുന്നതാണ്. അയ്യവാ, നന്നായിട്ടുണ്ട് കേട്ടാ. ഇനി അടുത്തത് ആയിഷ. ആയിഷക്ക് എന്തൊക്കെയാ കഴിവുകളുള്ള? ആയിഷ പാടുവോ? സിംഗറാണ്, പാട്. मेरी ख्वाहिश तू तेरी हसरत तू से तेरे उत्तमर धन मन तने क्यों न तेरोस धन चांदे चांदे तेरे हुस्न तमर दे से रोज के करिए सजना भूल तेरे लिए चोल तनच दे सारे तेरे प्यार च करिए कि हुन बोल सजना क्या वाकुल तेरे ते मैं वारी जावा तेरे गुन गावा मैं तेरे बिन जी लगदा नहीं है बस तेनू चावा मैं हुन रावा मूल हुण तेरोस तेनू चांदे चांदे तेरे हुस्न ते मरदे सी रोज के करिए सजना भूल तेरे लिए चोल ते नचदे सारे तेरे प्यार च करिए कि हुन बोल सजना क्या वाकुल. അയ്യവാ, നന്നായിട്ടുണ്ട്. എനിക്ക് ഞാൻ ക്ഷയിക്കേണ്ടി വന്നിട്ടില്ല. നോക്കട്ടെ, നന്നായിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറില്ലേ? എന്നിട്ട് ഇപ്പൊ സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ദേശഭക്തി ഗാനത്തിന് ഫസ്റ്റ് കിട്ടി, എ ഗ്രേഡ്. ആണോ? പിന്നെ ഈ ജില്ലയ്ക്ക് ഞങ്ങൾ. ആണോ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസിനോ? ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒറ്റയ്ക്ക് പാടുന്നതില്ലേ? ആ, അത് ഞാൻ ലളിതഗാനം, കവിത, അതുപോലുള്ള. കഴിഞ്ഞ കൊല്ലം ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടി, സബ് ജില്ലയിൽ പോയിരുന്നു. പിന്നെ മാപ്പിളപ്പാട്ടിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാപ്പിളപ്പാട്ടിനില്ലേ? ഇല്ല, എനിക്ക് വോക്കൽ കോഡിന് എന്തോ പ്രശ്നം വന്ന് ഇപ്രാവശ്യം പാടാൻ പറ്റിയില്ല. ആണോ? ചൊങ്കുറ്റ സുരപോരി മുന്തും ചെങ്കും പൊങ്കും ഫാലല് ലംഘിടും തീക സ്വർഗത്താനം ചൊങ്കാര തരുണിമൾ പൊന്തല മുട്ട കളിയാടും ചങ്കത്തികവുട സോനം ഖുഷിതാനം. നന്നായിട്ടുണ്ട് കേട്ടോ. കരിയൊത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരു മെയ്യഴക് നീലമിഴിയഴക് നല്ല മാൻമിഴി ചേലിനാലേ കണ്ണാരൻ ചാർത്തനിട്ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവു തെളിയണിട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ വടക്കുന്ന് വന്നവളെ എൻ്റെ നല്ലച്ചൻ പൊന്മകളെ വടക്കുന്ന് വന്നവളെ നല്ലച്ചൻ പൊന്മകളെ നല്ല വാഴല തുമ്പിനാലേ കള്ള് തെളിക്കുമ്പോഴേ എൻ്റെ ചേലത്തെ പൂമുറ്റത്ത് വന്നു തെളിയണിട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ. ഇവൻ ഈ കഴിയുന്നതിന് മുന്നേ എന്നെ നോക്കൂ, എന്നിട്ട് കഴിഞ്ഞു, എനിക്കറിയാം. അപ്പൊ ആദി, ഇവർ രണ്ടുപേരും രണ്ടു വീതം പാട്ട് പാടി, നമുക്ക് പാടണ്ടേ? അപ്പൊ ആദി വേഗം പാട്. കനിവാർന്ന രാത്രി വിണ്ണിൽ അഴകിൻ്റെ പീലി നീർത്താൻ ഊഞ്ഞാലിടാൻ പൂപ്പാലയിൽ തിങ്കൾ കൊതുമ്പിൽ പാലാഴി നീന്താൻ പൊന്നിളം കിളികളെ കളിയാടിവാ മുത്തുമണിത്തൂവൽ തരാം
അല്ലിത്തളിരാടതരാം നറുപൂവിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാറ്റായി മെല്ലിത്താരാട്ടാൻ എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാടതരാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുവെന്ന്. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളി തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. നീ അപ്പൊ ഇവനെ നോക്കിയത് എന്തുകൊണ്ടാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കണ്ണോട് കണ്ടപ്പോ അല്ലേ, ഇങ്ങനെയല്ലേ നോക്കിയേ? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ? ഏറെക്കുറെ. വയ്യ, ഏറെക്കുറെ. നീ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുക? ഇങ്ങനെ ഇതുപോലെ ഏത് രീതി? ഭയങ്കരമായിട്ട് കൗണ്ടർ അടിച്ചോണ്ട്? അങ്ങനെയൊന്നുമില്ല, ഏകദേശം ഏകദേശം ഇങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഏറെക്കുറെ. ഏറെക്കുറെ. എല്ലാരും പഠിക്കാൻ നല്ല മിടുക്കരാണോ? ക്ലാസ്സിലൊക്കെ എങ്ങനെ? ഇങ്ങനെ ഡബ് ചെയ്യാൻ പോണം അങ്ങനെയൊക്കെ പറയുമ്പോ ടീച്ചേഴ്സ് എന്താ പറയാ? ഭയങ്കര സപ്പോർട്ടാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം ഇങ്ങനെ ഇതിലൂടെ കേൾക്കുമ്പോ അഭിമാനമുള്ള പോലെ നിങ്ങളുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇങ്ങനെ തോന്നില്ലേ അല്ലേ? എന്റെ മക്കള് അങ്ങനെയല്ലേ പറയാ? നല്ലതല്ലേ അല്ലേ? നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോവാം അല്ലെ? ഇപ്പൊ കുറെ സമയം നമ്മളിങ്ങനെ സംസാരിച്ചും പാട്ട് കേട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഗെയിം എല്ലാവർക്കും ഇഷ്ടല്ലേ? നമുക്ക് നല്ല അടിപൊളി ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഏറെക്കുറെ ശരിയാക്കി തരാൻ നല്ല നല്ല ചോദ്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി നീ കാണൂലേ? അങ്ങനെയാക്കാം. അപ്പൊ നമുക്ക് നിരഞ്ജന എവിടെയെങ്കിലും പോവാനുണ്ടോ? അതില് മെസ്സേജ്. ഓ, മെസ്സേജ് വന്നാണല്ലേ. ആരാ മെസ്സേജ് ചെയ്തേ? പറ, ആരാ മെസ്സേജ് ചെയ്തേ? ഗേൾ ഫ്രണ്ട് ആണോ? ആണോ നിരഞ്ജ? അല്ലല്ല. നിനക്ക് എന്തിനാ അതിന് നാണം? ഡു യു ഹാവ് ഗേൾ ഫ്രണ്ട്? സത്യം പറ. സത്യം. സത്യം. ഇല്ല. ഇല്ല. ആദിക്കുണ്ട്? ആദി ഇല്ല. ഇല്ല അല്ലെ? ഓക്കെ, ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോട്ടൊന്നും വരുന്നില്ല. ആരെ മെസ്സേജ് അയച്ചാലും ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഓക്കെ, നീ ചിരിക്കുമ്പോഴെനിക്ക് സംശയം അതാരാന്നറിയാൻ. മെസ്സേജ് ഒന്നുമില്ല. നോക്കിക്കോ. അപ്പൊ നീയല്ലേ പറഞ്ഞ മെസ്സേജ് വന്നു? ഇതിലൊന്ന് മതി, ഞാൻ വിട്ടു. അപ്പൊ നിങ്ങളൊരു ടീം, നിങ്ങളൊരു ടീം. ആരാ ജയിക്കുക നോക്കാം. ഞാൻ കുസൃതി ചോദ്യമാണ് ഇപ്പൊ. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് മലയാളമൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ലാംഗ്വേജ്, നമ്മുടെ ഭാഷയല്ലേ, നമ്മുടെ മലയാളം അല്ലേ? അപ്പൊ അതിലൊക്കെയുള്ള ചോദ്യമൊക്കെ വളരെ സിമ്പിൾ. നിരഞ്ജനൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏതാണ്? ഞാൻ പറയാം, ഈ ആൻസർ വിളിച്ചു പറയാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് ഏതാണ് ആൻസർ എന്നുള്ളതിൽ എത്തുക, എന്നിട്ട് കൈ പൊക്കുക. നിങ്ങൾ രണ്ടുപേരും അതുപോലെ. അല്ലാണ്ട് ഉത്തരം അറിയാം അപ്പോ പറയാൻ പാടില്ല, കൈ പൊക്കുക. റെഡിയാണോ? ആൻസർ അറിയുന്നവർ കൈ പൊക്കുക. ഡിസ്കസ് ചെയ്യണം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം. ഞാൻ പറഞ്ഞു കൈ പൊക്കാൻ. കൈ പൊക്ക. കയ്യിലെ പൊക്കിയത്. കൈ പൊക്കുക. ഓക്കെ, നിങ്ങൾക്കറിയോ?
അറിയോ? ഇല്ല, പറഞ്ഞോ. കുഴലപ്പം. ശരിയാണ് ഉത്തരം. കൈ അടിച്ചൂടെ? കുഴലപ്പം എങ്ങനെയാന്ന് പറഞ്ഞെടുക്ക്. കുഴലപ്പം അല്ല, ലാവോയ കുഴപ്പം എന്നാവും. കുഴപ്പം. കുഴലപ്പം കിട്ടിയാ? അപ്പൊ അവര് 1 മാർക്ക് കിട്ടി അവർക്ക്. അടുത്തത് ചോദിക്കാം. തോളിൽ സഞ്ചിയുള്ള ജീവി. തോളിൽ സഞ്ചിയുള്ള ജീവി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കിട്ടും. ആമേണ്. കയ്യ നിരഞ്ജ. നമുക്ക് എവിടെയാ തോളിൽ സഞ്ചി? പുറത്തില് സഞ്ചിയില കുസൃതി ചോദ്യണ്ടേ. ഒന്നെനിക്ക് ആമയുടെ തോളിലെ സഞ്ചി കാണിച്ചു തരണം ഇത് കഴിഞ്ഞിട്ട് കേട്ടാ. അറിയോ? പറഞ്ഞോ. എങ്ങനെ? പറഞ്ഞോ. ഒച്ചാണോ? അല്ല മോളെ, ലൈഫ് ലൈൻ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ലൈൻ എത്ര? ലൈഫ് ലൈൻ ജീവി എന്ന് പറയുമ്പോ ഞാനിപ്പോ അതൊരു മനുഷ്യനാണ്. ജീവനുള്ളത് ഏതും ജീവിയാണല്ലോ. അപ്പൊ അത്രയും അതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഇതൊരു മനുഷ്യനാണ്. ഓപ്ഷൻസ്. ഓപ്ഷൻ അല്ല. ഓപ്ഷൻ എത്ര? പോസ്റ്റ്മാൻ. സഞ്ചിയല്ലേ? അതും വരും. പക്ഷെ ഞാൻ വിചാരിച്ച ഉത്തരം അതൊന്നുമല്ല. അതിനോട് അടുത്ത് നിൽക്കുന്നതാണ്. നീ ഉറക്കെ പറഞ്ഞോ. ഫുഡൊക്കെ കൊണ്ട് കൊടുക്കണോ? ആരാ? പിച്ചക്കാരനാണ്. എന്ത് ചെയ്യും ഞാൻ? പോസ്റ്റ്മാൻ അടുപ്പിച്ച് വരും. പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. ഓ, എന്തൊരു ബ്രില്യന്റ് ആയിട്ടുള്ള ആൻസർ ആണ് ആദി. അതാണ് ആൻസർ. അതാണ്. ഞാൻ പറയാം. കണ്ടക്ടർ. ഏറെക്കുറെ സഞ്ചിയ. സഞ്ചി ഉണ്ടാവില്ലല്ല. കുസൃതിയാണ്, കുസൃതി. കുട്ടികളെ മുന്നിൽ ഞാൻ ബാഗ് ഉണ്ടാവില്ലേ കണ്ടക്ടറുടെ? സഞ്ചി തൂക്കിയിടണ്ടേ? ബാഗ് കയ്യിലാ പിടിക്കണ. സഞ്ചി തൂക്കിയണ സാധനം. എങ്ങനെ? സഞ്ചി തൂക്കി. അപ്പൊ 2. ഓക്കെ, നെക്സ്റ്റ്. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. നിങ്ങളൊരു ഉത്തരം വേഗം പറ. കുസൃതി ചോദ്യമാണ്, അത് ആലോചിച്ചാൽ മതി. ക്ലൂവോ? ക്ലൂതാ. ഒരു രാജ്യമാണ്. ശരി. സ്പെയിന്. യാ, റൈറ്റ് ആൻസർ. സ്പെയിൻ. സ്പെയിൻ. എസ് പോയാൽ പെയിൻ, വേദന. അടിപൊളിയല്ലേ? 3. ലോകത്തെ എല്ലാരും ഇഷ്ടപ്പെടുന്ന, അല്ല എല്ലാരും ഇഷ്ടപ്പെടില്ല. വേണ്ട, അത് വേണ്ട. ആ ചോദ്യം ഞാൻ കൺഫ്യൂഷൻ. നിങ്ങൾ ഒരു ലോജിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ. ഒരിക്കലും കായ്ക്കാത്ത മരം. സമരം. അങ്ങനെ കുട്ടികൾ 1 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. 3-1. ഈ ഒരു വാശുവാണ് ഇനി. നെക്സ്റ്റ്. പറക്കാൻ പറ്റാത്ത കിളി. ഇക്കിളി. നീ എന്തിനാ അതിന് ചിരിക്കും? പറക്കാൻ പറ്റുമോ? ഇക്കിളിക്ക് പറക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ 4. അടുത്ത ക്വസ്റ്റ്യൻ. 4-1. നിങ്ങൾ സ്കോർ ചെയ്യ് വേഗം. ഒരിക്കലും പറക്കാത്ത കാക്ക. ഇക്കാക്ക. അതെ, കുറച്ച് ഞാൻ പറയട്ടെ. കുറച്ച് ഞാൻ പറയട്ടെ. അപ്പൊ എത്രേ? 5. 5-1. സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. 6-1. മക്കളെ നിങ്ങൾ പറ. ആരും കൂട്ടാത്ത കറി. പച്ചക്കറി. പച്ചക്കറി ആരും കൂട്ടൂലേ? ദൈവമേ, ഇത് ലോജിക്കില്ലാത്തതെന്ന് പറയൂ ഇനി എന്നെ. കറി അല്ല. അല്ല, പച്ചക്കറി കൊണ്ട് കറി ഉണ്ടാക്കുമല്ലോ.
ലോജിക് ഉള്ളതാ. ക്ലൂ ഒന്നും തരില്ല. ക്ലൂ വേണോ? നിങ്ങൾ ആലോചിക്ക്, ചിന്തിക്ക് കുട്ടികളെ, ചിന്തിക്ക്. ക്ലൂ താ, അതാ ശരി. കഴിക്കാൻ പറ്റാത്ത കറി. കഴിക്കാൻ പറ്റാത്ത കറി. മുട്ടക്കറി. മുട്ടക്കറി കഴിക്കൂലേ? അത് കറിയല്ലേ? ക്ലൂ താന്നാ. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. അത് കറിയല്ലേ? ക്ലൂ അല്ലേ? സ്വീറ്റ് ആണ്. ബേക്കറി. യാ, റൈറ്റ് ആൻസർ. കഴിക്കും. കറിയല്ലല്ലോ അത്. പിന്നെ കറിയാണോ? കറിയാണോ അത്? ബേക്കറി കറിയാണോ? കറി കിട്ടില്ല. ഇന്ന് ചോറിന് നീ എന്താ കഴിച്ചേ? ബേക്കറി കൂട്ടി കഴിച്ചു എന്ന് പറയോ? ബേക്കറി പോയി കഴിച്ചെന്നറിയാലോ. ബേക്കറി പോയി എന്ത് കഴിച്ചു? കട്ട്ലേറ്റ് കഴിച്ചു. അത് കറിയാണോ കുട്ടി? പക്ഷെ തിന്നണല്ലോ. എടാ മോനെ, കഴിക്കാൻ പറ്റാത്ത കറി. കറി ചോറിന്റെ കൂടെ ഒഴിച്ച് ചപ്പാത്തിയുടെ കൂടെ മുക്കി കഴിക്കണ കറി. കറി. അത് ബേക്കറി എങ്ങനെ കഴിക്കും? അതെ. ഞാൻ കേഴേ. അടുത്ത ക്വസ്റ്റ്യൻ. 7-1. എന്നാ നിരഞ്ജ നീ ഇങ്ങനെയൊക്കെ. എന്തുകൊണ്ടാണ് നായ ചെരുപ്പ് മാത്രം കടിച്ചുകൊണ്ട് പോകുന്നതെന്നറിയോ? നായ ഒരു ചെരുപ്പ് മാത്രം എന്തുകൊണ്ടാണ് കടിച്ചുകൊണ്ട് പോകുന്നത്? നമ്മുടെ ഒക്കെ വീട്ടില് നായ ഇങ്ങനെ വരും അല്ലേ, എന്നിട്ട് ഒരു ചെരുപ്പ് മാത്രം കടിച്ചു കൊണ്ടുപോകും. എന്തുകൊണ്ടാ? നിരഞ്ജ നിന്റെ ബുദ്ധി ഇങ്ങ് ഉണരട്ടെ. വളരെ ലോജിക് ഫുള്ളി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിട്ടുകൊടുക്കണ്ട. പറ. നായ സിംഗിൾ ആയിരിക്കും. ന്യൂജൻ ആൻസർ ആണ് ഗൈസ്. നായ സിംഗിൾ ആയിരിക്കും. അപ്പൊ ഒന്നിനെ മാത്രല്ലേ കൂട്ടുന്നത്? നായ അത് മാത്രം കണ്ടിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ. അല്ല, 2 ചെരുപ്പ് അവിടെ ഉണ്ട്. ഒരെണ്ണം കടിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഒരെണ്ണം വായി കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒന്നുകൂടി ഒന്ന് അതിനെ മോൾഡ് ചെയ്ത ആൻസർ ആവും. 2 വായില്ലാത്തോണ്ടായിരിക്കും. അയ്യടാ, അതില് ലോജിക് ഉണ്ടോ? പിന്നെ 2 വയലല്ലേ. പറ പറ. പറ. ഞാൻ തന്നെ പറയാം ആൻസർ. എന്തുകൊണ്ട്? ചോദ്യം എന്താണ്? ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കണേ. എന്തുകൊണ്ടാണ് നായ ഒരു ചെരുപ്പ് മാത്രം എടുത്തുകൊണ്ട് പോണത്? വായ കൊണ്ട്. അപ്പൊ എനിക്ക് 1 പോയിന്റ്, നിങ്ങൾക്ക് 7 പോയിന്റ്, ഇവർക്ക് 1 പോയിന്റ്, എനിക്ക് 1 പോയിന്റ്. ഡ്രോയിലാണ്. ജീവിതം തകർക്കുന്ന ഹരി. ലഹരി. ലഹരി പറഞ്ഞൂടാ. 8 ലഹരി. ഓക്കെ. ഫോണിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ഗെയിം കളിച്ചിട്ട്. പറ. യൂട്യൂബ്. ഫോണിൽ നിന്ന് യൂട്യൂബ് വീഡിയോസും അങ്ങനെയൊന്നല്ല. ഒന്നും അപ്ലോഡ് ചെയ്തിട്ടും അങ്ങനെയൊന്നല്ല. ഫോൺ ഉണ്ടോ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. വിൽക്കണം. സത്യം അതന്നെ ഉത്തരം. ഫോൺ വിറ്റാ മതി. നീ പിന്നെ അപ്പൊ പൊട്ട ആൻസർ അല്ലേ പറഞ്ഞ? തോന്നിയത് പറഞ്ഞുള്ളൂ. അപ്പൊ ആ ഉത്തരത്തിന് മാർക്ക് തരുന്നില്ല. 9-1-1. അടുത്തത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇനി അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്. ആതിര വഴിയിലൂടെ പോയപ്പോ 500 രൂപയും 1 പൊതി മീനും വഴിയിൽ കിടക്കണത് കണ്ടു. അവൾ 500 എടുത്തില്ല, മീൻ മാത്രം എടുത്തു. എന്തുകൊണ്ടാ? വിശന്നിട്ട്. അല്ല, ആതിര ഒരു പൂച്ച. കണ്ടു പഠിക്കണം. 2-9. അടിപൊളി കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരണം അല്ലേ നിങ്ങൾക്ക്? അത് അവർക്ക് കിട്ടൂല. അപ്പൊ അടുത്തത് ഉറുമ്പിന്റെ അപ്പനാരാണ്? എന്നാ 2 വന്ന മാർക്ക് ഞാൻ തരാം. പാവല്ല. കൈ പൊക്കിയില്ല. അത് പറ്റില്ല, എല്ലാം കഴിഞ്ഞിട്ട് 2 വന്നാ ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം. ഓക്കെ, ഡിവൈഡ് ചെയ്യണോ? വേണ്ട, 2 തരാം. അപ്പോ 10-3. അടുത്തത് ഇറച്ചി ചേർക്കാത്ത മന്തി. കുഴിമന്തി.
കുഴിമന്തിയിൽ ഇറച്ചിയില്ലേ? ടെക്നീഷ്യൻസിനെ ഒന്നും ആരും കയ്യിലെടുക്കാൻ നോക്കണ്ട. ചമ്മന്തി. ചമ്മന്തിയാണോ തര ചമ്മന്തി? അപ്പൊ 4, 10. പറഞ്ഞ് കള്ളക്കളി ഞാൻ കണ്ടായിരുന്നു. ഇതും കൂടി ചോദിച്ചു നമ്മൾ ഇത് നിർത്തുകയാണേ. കടലമ്മയുടെ 4 ആൺമക്കളുടെ പേര് ഒന്ന് നിങ്ങൾ പറയണം. കടലമ്മയുടെ 4 ആൺമക്കളുടെ പേര് കണ്ടുപിടിച്ചു. ആരെയും സ്വാധീനിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട, അവർക്കൊന്നും ഇതിന്റെ ആൻസർ അറിയില്ല. ക്ലൂ ഒന്നും ഇല്ല, ഇല്ല. 4 ആൺമക്കളാണ്, ആൺമക്കൾ. അതിൽ തന്നെയുണ്ട് ആൻസർ. നിങ്ങൾ ആ 4 ആൺമക്കളുടെ പേരും പറയണം. ഇതന്നെ ഞാൻ പറഞ്ഞ ആൺമക്കളാണ്, ആൺകുട്ടികളാണ്. ആ ഉത്തരത്തിൽ, ആ ഒരു 1 വേർഡ് ആൻസറിൽ അതുണ്ട്, ഞാൻ ഈ പറഞ്ഞ ആൺകുട്ടികൾ എന്നുള്ളത്. പക്ഷെ ആ മക്കളുടെ പേരിൽ അതില്ല. ഇതിനപ്പുറം എനിക്ക് ക്ലൂ തരാൻ പറ്റില്ല. മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ആൺകുട്ടികളാണെന്ന്. അപ്പൊ ആ ആൺകുട്ടികൾ എന്നുള്ള ആ ഒരു പ്രയോഗം ആ ആൻസറിലുണ്ട്, ആ ഒരു 1 വേർഡ് ആൻസറിലുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറഞ്ഞു 4 മക്കളുടെയും പേര് പറയണം. 4 മക്കളുടെ പേര് പറഞ്ഞു. ഭരതൻ, നളൻ, നീലൻ, ഹനുമാൻ. ഭരതൻ, നളൻ, നീലൻ, ഹനുമാൻ. ഓ, അറിയില്ല. അറിയോ? വിന്റർ, സമ്മർ, ഓട്ടം, സ്പ്രിംഗ്. These are സീസൺസ് ആണല്ലോ. ഇതിന് ലോജിക് ഉണ്ടല്ലോ അല്ലേ? അല്ല, സീസൺ അല്ലേ? സീസൺ. സീ എന്ന് പറഞ്ഞാൽ എന്താ? സീ എന്ന് പറഞ്ഞാൽ എന്താ? കടൽ. സൺ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ? സൺസ്. സ്പെല്ലിംഗ് നോക്ക്, സീസണിന്റെ സ്പെല്ലിംഗ്. അമ്മയുടെ സീസണിലെ അമ്മയുടെ കടലമ്മ എന്നല്ലേ പറഞ്ഞേ? ഞാൻ മക്കളെ ചോദിച്ചുള്ളൂ. അല്ല, കടലമ്മയുടെ മക്കൾ എന്നല്ലേ പറഞ്ഞേ? ഇത് പിന്നെ എന്താ കടലപ്പനോ? അല്ലേ? മനസ്സിലായില്ലേ? അതന്നെ നോക്കടാ കുട്ടികള്. അപ്പൊ എനിക്ക് 2 അല്ലേ? ജയിച്ചത് ഇവർ, നളനും ഭരതനും. അവരാണ് വിജയ്. ഇനി നമുക്ക് മറ്റൊരാളെ കൂടി പരിചയപ്പെടാം. നമ്മുടെ വീരഹനുമാനിലെ രാമന് വേണ്ടി ഡബ് ചെയ്യുന്ന കുട്ടിയാണ്. പേര് പറയൂ. എൻ്റെ പേര് വൈഗ സുനിൽ എന്നാണ്. വൈകുമ്പോൾ വീരഹനുമാനിൽ ഏത് ക്യാരക്ടർ ചെയ്യുന്നത്? വൈഗ രാമന് ചെയ്യുന്നു. അപ്പൊ രാമനിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നൊന്ന് പറയോ? വോയിസ് ടെസ്റ്റിലൂടെ സെലക്ട് ആയി. പിന്നെ എനിക്കത് ആ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് രാമൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഉള്ളിന്ന് രാമനായ പോലെ ഒരു ഇത്. അതെ അല്ലേ? ഉള്ളിന്ന് ഇങ്ങനെ രാമൻ പറയുന്ന ഒരു ഫീൽ ഉണ്ടാവും അല്ലേ? അപ്പൊ അല്ലേ നല്ലത്? അതിപ്പോ രാമനെ പോലെ ചെയ്യുമ്പോ രാമനായി ഞാൻ ചെയ്യും. രാമനായി അങ്ങോട്ട് മാറും. അതെ. ചിരി തന്നെയാണല്ലോ മെയിൻ. ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കോ? ഓക്കെ. വൈഗ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th പഠിക്കുന്നു. 7th പഠിക്കുന്നു. ഏത് സ്കൂളാ? സെന്റ് തെരേസസ്. അറിയാലോ. അത് കലയുടെ ഒരു സ്കൂളാണ്. പിന്നെ ഇവിടെ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളിലൊക്കെ എല്ലാവർക്കും ബഹുമാനമുണ്ട്. ടീച്ചേഴ്സിനൊക്കെ അറിയാം. പിന്നെ എനിക്കൊരു പോപ്പുലറായിട്ട് ഡബ് ചെയ്യുന്നോണ്ടൊരു ഇതുണ്ട്, ഇങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ അറിയപ്പെടുമ്പോ ഒരു അഭിമാനല്ലേ? അഭിമാനം. അപ്പൊ ആദ്യമായിട്ട് എങ്ങനെ ഈ ഡബിങ് മേഖലയിലോട്ട് വന്നത്? അത് ഫസ്റ്റ് ക്രൗഡിനൊക്കെ പോയി തുടങ്ങിയതാ. എത്രാമത്തെ വയസ്സ് മുതൽ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 7 years ആയി. അപ്പൊ മുതൽ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയതാ. ഡബിങ്ങിലോട്ട് കയറുമ്പോൾ എനിക്കിത് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ക്രൗഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് എന്താന്നൊക്കെ അറിയുന്നത്. അങ്ങനെ അപ്പൊ ഡബിങ്ങിലോട്ട് ഇങ്ങനെ കയറി ഇപ്പൊ വലിയ പടങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് ചെയ്തത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ശുഭരാത്രി എന്ന് പറഞ്ഞൊരു പടമാണ് എന്റെ ഓർമ്മയില് ക്രൗഡായിട്ട് ചെയ്ത്. ശുഭരാത്രി. പിന്നെ ക്യാരക്ടർ വൈസ് ചെയ്യുമ്പോ? ക്യാരക്ടർ വൈസ് ചെയ്ത പടം വിക്രാന്ത് റോണ ചെയ്തിട്ടുണ്ട്. ചിറ്റ മൂവിയില് ആ കുട്ടിക്ക് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അധികം പടം ചെയ്തിട്ടുണ്ട്.
ഒരുപാട് ചെയ്തു ഇപ്പൊ. ആ കുറച്ചധികം പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രാമനിലേക്ക് എത്തിയത് ഓഡിഷൻ വഴിയാണ്, ഓഡിഷൻ. വോയിസ് ടെസ്റ്റ് വഴി. പിന്നെ വീട്ടിലെ കാര്യം പറയും. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മമ്മ പോയി, ചേട്ടൻ പുറത്ത് പഠിക്കുകയാണ്, പിന്നെ എൻ്റെ ഡോഗ് പട്ടിക്കുട്ടി ഉണ്ട്. അവൻ്റെ പേര് നിമോ എന്നാണ്. നിമോ. അപ്പൊ ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, വലിയൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവട്ടെ. എന്താണ് ആംബിഷൻ? എന്താ വലുതാകുമ്പോ ഒരു വലിയ ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്നും കൂടെ ഒരു ഹോപ്പ് ഉണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ നേവി കയറാനായിട്ട് താല്പര്യമുണ്ട്. പാരാസൈക്കോളജിസ്റ്റ്, ഫോറൻസിക്, ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ വന്ന ആഗ്രഹങ്ങളാണ്. അതെ അതെ, അത് എന്തെങ്കിലുമൊക്കെ ആയി തീരൂ. ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ആവട്ടെ. അതെ, താങ്ക്സ്.